നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിലേക്കും അന്യ സംസ്ഥാനത്തേക്കും വെക്കേഷൻ യാത്രയും ടൂറും പോകുന്ന മലയാളികൾ ജാഗ്രത പുലർത്തുക. ഊട്ടിയും കൊടൈക്കനാലും ബാംഗ്ലൂരും യാത്ര പോകുമ്പോൾ അത്യാവശ്യം വേണ്ട ജീവൻ രക്ഷാ മുൻകരുതലില്ലെങ്കിൽ അപകടവും ദുരന്തവുമാകും. വഴിയിൽ പിടിച്ചുപറി, കൊള്ള, പണം തട്ടൽ, ഉപദ്രവം, വാഹനം തടയൽ തുടങ്ങി കൊലപാതകത്തിൽ വരെ കാര്യങ്ങൾ എത്തിയേക്കാം. ചിലപ്പോൾ ഉണ്ടാകുന്ന റോഡിലെ അപകട മരണങ്ങളിൽ അടുത്തത് നിങ്ങളുമാകാം. അജ്ഞാത മൃതദേഹം എന്ന വിധത്തിൽ കൊണ്ടുവന്ന് വനത്തിൽ തള്ളാം. അതിനാൽ നമ്മുടെ സുരക്ഷയാണ് നമ്മുടെ ജീവന്റെ കാതൽ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഫിലിം പ്രൊഡക്ഷൻ കൺട്രോളർ ഷാഫി ചെമ്മാടിന്റെ മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വെറും മുന്നറിയിപ്പല്ല, അനുഭവവും യാഥാർത്ഥ്യവുമാണത്. അതിനാൽ അന്യ സംസ്ഥാനത്തേക്ക് യാത്ര പോകുന്നവർ ശ്രദ്ധിക്കുക. ചിലപ്പോൾ ജീവഹാനി തന്നെ വന്നേക്കാം. മറ്റുള്ളവരിലേക്കും ഇത് ഷെയർ ചെയ്യുക. ഷൂട്ടിംഗ് ആവശ്യാർത്ഥം കഴിഞ്ഞ 15 ദിവസങ്ങളോളമായി ഞങ്ങൾ ഊട്ടിയിലാണുള്ളത്. ഇലക്ഷനോടനുബന്ധിച്ചിട്ടുള്ള പോലീസ് ചെക്കിങ്ങിന്റെ ഭാഗമായി കോയമ്പത്തൂർ മുതൽ ഓരോ പോലീസ് സ്റ്റേഷൻ പരിധിയിലും വാഹന പരിശോധന കർക്കശമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കേരള രജിസ്ട്രേഷനിലുള്ള വാഹനങ്ങൾ. ഊട്ടിയിലേക്കുള്ള എല്ലാ പാതയോരങ്ങളിലും 24 മണിക്കൂറും ഇത് തന്നെയാണ് അവസ്ഥ. എല്ലാ ദിവസവും ഷൂട്ടിങ്ങിന് വേണ്ടി ലൊക്കേഷനിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും നീണ്ട പരിശോധനയുണ്ടാവാറുണ്ട്. 4 ദിവസങ്ങൾക്ക് മുൻപ് ഷൂട്ടിംഗ് കഴിഞ്ഞ താമസ സ്ഥലത്തേക്ക് മടങ്ങുകയായിരുന്ന ഞങ്ങളുടെ കാർ പരിശോധിക്കുകയും പ്രൊഡ്യൂസറുടെ കൈവശമുണ്ടായിരുന്ന 42,000 രൂപയും മാനേജറുടെ കയ്യിലുണ്ടായിരുന്ന 31,000 രൂപയും ഡ്രൈവറുടെ കയ്യിലുണ്ടായിരുന്ന 10,000 രൂപയും പരിശോധനയുടെ ഭാഗമായി പോലീസ് പിടിച്ചെടുത്തു. പ്രൊഡ്യൂസറുടെ കൈവശമുണ്ടായിരുന്ന പണം ATM-ൽ നിന്നും പിൻവലിച്ച സ്ലിപ്പ് കാണിച്ചിട്ടും അവർ പണം തിരികെ നൽകാൻ സമ്മതിച്ചില്ല. 50,000 രൂപ വരെ ഒരാൾക്ക് കൈവശം വയ്ക്കാമെന്നിരിക്കെ 3 പേരിൽ നിന്നുമായിട്ടാണ് 83,000 രൂപ അവർ പിടിച്ചെടുത്തത്. ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ ഒരേ വാഹനത്തിൽ നിന്നാണ് ഈ തുക മുഴുവൻ പിടിച്ചത് എന്നാണ് അവർ പറഞ്ഞത്. പേടിക്കേണ്ട ആവശ്യമില്ലെന്നും നാളെ RTO ഓഫീസിൽ വന്ന് അതാത് രേഖകൾ ഹാജരാക്കിയാൽ പണം തിരികെ നൽകാമെന്നും അവർ ഉറപ്പു പറഞ്ഞു. എന്നാൽ പിറ്റേ ദിവസം RTO ഓഫീസിൽ ചെന്ന ഞങ്ങളോട് ഡെപ്യൂട്ടി കളക്ടറുടെ ഓഫീസിൽ പോകാൻ ആവശ്യപ്പെട്ടു. അവിടെ എത്തിയ ഞങ്ങൾ കണ്ടത് നീണ്ട ക്യൂ ആണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെക്കിങ്ങിൽ ഞങ്ങളെ പോലെ തന്നെ പണം നഷ്ടപ്പെട്ടവരാണ് അവരെല്ലാവരും. അതിൽ 90% മലയാളികളായിരുന്നു. ഒരു ദിവസത്തിനും 2 ദിവസത്തിനുമായി കുടുംബത്തോടൊപ്പം യാത്രയ്ക്ക് വന്നവരും പച്ചക്കറിയും മറ്റും എടുക്കാൻ വന്ന കച്ചവടക്കാരുമായിരുന്നു ഇവരിൽ അധികവും. ഓഫീസിൽ ഡോക്യുമെന്റ്സ് എല്ലാം കാണിച്ച ഞങ്ങളോട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും 3 ദിവസങ്ങൾക്ക് ശേഷം ട്രഷറിയിൽ പോയാൽ പണം അവിടെ നിന്നും കൈപ്പറ്റാമെന്നും പറഞ്ഞു. മാത്രമല്ല ഒപ്പം ഒരു സ്ലിപ്പും തന്നു. പുറത്തിറങ്ങിയ ഞങ്ങൾ കണ്ടത് വിദേശത്തു നിന്നും നാട്ടിൽ നിന്നും ഊട്ടിയിലേക്ക് യാത്ര വന്ന ഒരു മലയാളി കുടുംബത്തെയാണ്. നാട്ടിലെ ATM കാർഡ് ഇല്ലാത്തതുകൊണ്ട് ബാങ്കിൽ നിന്നും ആവശ്യത്തിനുള്ള പണം പിൻവലിച്ച് കയ്യിൽ സൂക്ഷിച്ചിരുന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ പണവും പോലീസ് പിടിച്ചെടുത്തു. ചെറിയ കുട്ടികളടക്കമുള്ള ആ കുടുംബത്തിന് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലുമുള്ള പണം കയ്യിൽ ബാക്കിയില്ലായിരുന്നു. ഇത് അവരോട് പറഞ്ഞിട്ടും ഒരു മനസാക്ഷിയുമില്ലാതെ എല്ലാം അവർ കൊണ്ടുപോയി. കുറച്ചധികം ദിവസങ്ങൾ ഷൂട്ടിംഗ് ആവശ്യാർത്ഥം ഊട്ടിയിൽ തങ്ങുന്ന ഞങ്ങൾക്ക് താൽക്കാലികമായി ആ കുടുംബത്തെ സഹായിക്കാൻ സാധിച്ചുവെങ്കിലും ഇതുവരെയും ആ പണം തിരിച്ചു ലഭിക്കാത്തത് കൊണ്ട് ഞങ്ങളുടെ കൂടെ തങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിൽ നിന്നും റോഡ് മാർഗം പുറത്തു പോകുന്ന എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക. കൂടുതൽ പണം കയ്യിൽ കരുതാതിരിക്കുക. ഈ വിവരം നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങളുടെ മറ്റു കൂട്ടുകാരെയും കുടുംബക്കാരെയും അറിയിക്കുക. ഈ വെക്കേഷൻ യാത്രകൾ ദുരിതപൂർണ്ണമാകാതിരിക്കട്ടെ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.